ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോള് കവലയിൽ എത്താറായോ? ഞാനിതേ ഇപ്പൊ അങ്ങോട്ടേക്ക് എത്തും. ഛേ, അനിയ സാർ എന്ത് പണിയാ കാണിച്ചേ? ഞാനും കൂടെ പോരില്ലായിരുന്നോ? അത് അവര് പെട്ടെന്ന് വിളിച്ചപ്പോഴേ മോള് റെഡി ആയിട്ടുണ്ടാവില്ലെന്ന് കരുതി. മോള് പെട്ടെന്ന് വാ. ആ ശരി. ഇന്നത്തെ കച്ചവടം തീരെ പോരല്ലോ. സാറേ, ഇന്നത്തെ ഒരു കേരള എടുക്കട്ടെ. ഒരു ടിക്കറ്റ് എടുക്കട്ടെ സാറേ. ഇയാളുടെ കയ്യിലുള്ള മുഴുവൻ ടിക്കറ്റ് ഞാൻ എടുക്കാം. പകരം എനിക്കൊരു കാര്യം പറഞ്ഞു തന്നാൽ മതി. കൃഷ്ണ എവിടെയുണ്ട്? ഏത് കൃഷ്ണ? സാർ ആരെ കുറിച്ചാണ് ചോദിക്കുന്നത്? താൻ ദുബായ് ഗോപാലനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ തൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, താൻ എൻ്റെ വീട്ടിലും വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ച കൃഷിയുമായി തനിക്ക് എന്ത് ബന്ധമാണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയാം. സാറേ, ഞാനൊരു ദിവസം നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. തൻ്റെ ഭാര്യ സുനന്ദ പറഞ്ഞിരുന്നില്ലേ, കൃഷ്ണയും നബീനെയും ഒപ്പം ചേർക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഈ അലഞ്ഞ് അന്വേഷിച്ച് നടക്കുന്നത്. കൃഷ്ണ എവിടെയാണെന്ന് നിങ്ങൾ പറയാത്തത് ആരെങ്കിലും നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടാണോ? ഏയ്, ആരും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല. എനിക്കിത്തിരി തിരക്കുണ്ട് സാറേ. ഇത് മുഴുവൻ വിറ്റ് തീർക്കണം. ഗോപാലൻ നിക്ക്. കൃഷ്ണമോൾ എവിടേക്കാ പോയതെന്ന് പറഞ്ഞിട്ട് പോയാ മതി. കൃഷ്ണ അവളുടെ അമ്മയും അവരുടെ ചികിത്സയ്ക്കായി നാട്ടിൽ നിന്ന് വന്നതാ. അവരുടെ ചികിത്സ കഴിഞ്ഞു, അവളുടെ അമ്മയ്ക്ക് സുഖമായി, അവർ തിരിച്ചുപോയി. എവിടേക്കാ പോയെന്ന് എനിക്കറിയില്ലേ? ഇല്ല, പോയതിന് ശേഷം അവരെന്നെ വിളിച്ചിട്ടില്ല. ഗോപാല, താൻ ചെയ്യുന്നത് എത്ര വലിയ തെറ്റാന്നറിയോ? സാർ എത്ര നിർബന്ധിച്ചാലും എനിക്ക് അറിയില്ല സാറേ. അവരെവിടെയെങ്കിലും പോയി മനസ്സമാധാനത്തോടെ ജീവിക്കട്ടെ. ഇത്രയൊക്കെ ദ്രോഹിച്ചല്ലേ, ഇനി തെരഞ്ഞു പിടിച്ചു ചെന്ന് വീണ്ടും ദ്രോഹിക്കണ്ട. കൃഷ്ണമോളുടെ കാര്യം അറിയാൻ വേണ്ടി ഇനി എന്നെയോ എൻ്റെ ഭാര്യയോ അന്വേഷിച്ച് ഇങ്ങോട്ട് വരണ്ട. ഞാൻ പോവാ സാറേ. ഗോപാല, ഈ കയ്യിലിരിക്കുന്നത് വിറ്റിട്ട് വേണം സാറേ വീട്ടിലെ അടുപ്പ് പുകയാൻ. നിങ്ങൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് ഇന്ന് വിറ്റ് തീർക്കണം. അതാ എൻ്റെ ജീവിതം. മണിക്കുഞ്ഞ്, ഇനി ഏകദേശം കുറച്ചു ദൂരം കൂടെ ഉള്ളൂ. ഓ, അങ്ങനെ ഒരു വൺ ഡേ ടൂർ കഴിഞ്ഞു കിട്ടി അല്ലേ സാറേ? താൻ ക്ഷീണിച്ചോടോ? ഏയ്, ക്ഷീണമൊന്നുമില്ല സാറേ, എന്നാലും നല്ല ദൂരമാ. അതെ, പക്ഷേ ഗ്രാമത്തിലേക്ക് അങ്ങ് കയറിയപ്പോ കാഴ്ചകളൊക്കെ അങ്ങ് പെട്ടെന്ന് മാറിയില്ലേ? താനും നോക്കി, നമ്മുടെ സിറ്റിയിലെ തിരക്ക് വല്ലതും ഉണ്ടോ? നടക്കുന്ന ആളുകളൊക്കെ എന്ത് പതുക്കെ നടന്നു പോകുന്നത്. സിറ്റിയിൽ നേരെ തിരിച്ചല്ലേ, എല്ലാവരും എങ്ങോട്ടോ കുതിച്ചൊഴുകുമല്ലേ. എന്റെ സാറേ, പ്രോപ്പർട്ടി നമുക്ക് ഇഷ്ടപ്പെടുവോന്ന് നോക്കട്ടെ, എന്നിട്ട് മതി ഈ സ്ഥലത്തെ കുറിച്ചുള്ള കവിത എഴുത്തൊക്കെ. എടോ, പ്രോപ്പർട്ടി നമുക്ക് ഇഷ്ടപ്പെടുകയില്ലയോ, അത് രണ്ടാമത്തെ കാര്യം. എനിക്ക് ഈ നാട് ഭയങ്കര ഇഷ്ടമായി. താൻ പറഞ്ഞ ശരിയാടോ, ഈ യാത്ര മനസ്സിന് നല്ല ഗുണം ചെയ്യും, ഒന്ന് ഫ്രഷ് ആവും. ദേ, എനിക്കിത് കേട്ടാ മതി കേട്ടോ. സാറിന്റെ മനസ്സ് ഫ്രഷ് ആവൂന്ന് പറഞ്ഞാ ദേ ഈ വണ്ടി ഇവിടെ നിന്ന് അമേരിക്ക വരെ ഓടിക്കാനും ഞാൻ തയ്യാറാണ്. തൽക്കാലം അമേരിക്ക വരെ ഒന്നും പോകണ്ട. 500 മീറ്റർ കഴിയുമ്പോ നിർത്തിക്കോ. ഹലോ. ഹലോ മോളെ, ഇത് ഞാനാ. മോള് കവലയിൽ എത്താറായോ? ഞാനിതേ ഇപ്പൊ അങ്ങോട്ടേക്ക് എത്തും. ഛേ, അനിയ സാർ എന്ത് പണിയാ കാണിച്ചേ? ഞാനും കൂടെ പോരില്ലായിരുന്നോ? അത് അവര് പെട്ടെന്ന് വിളിച്ചപ്പോഴേ മോള് റെഡി ആയിട്ടുണ്ടാവില്ലെന്ന് കരുതി. മോള് പെട്ടെന്ന് വാ. ആ ശരി.
മാറിക്കുട്ടിയെ വിളിക്കാം. ആ കൃഷ്ണ, എടി നീ കവലയിലുണ്ടോ? ആ കൃത്യമായിട്ട് കവലയിലില്ല, അതിന് തൊട്ടടുത്തുണ്ട്. എന്താ? എടി അനിയ സാറ് വിളിച്ചിരുന്നു. ആ പ്രോപ്പർട്ടി കാണാനുള്ളവര് അവര് വരുന്നുണ്ടെന്ന്. ആണോ? ആ എങ്കി ഞാൻ ദാ ഇപ്പൊ കവലയിലേക്ക് എത്തിയേക്കാം. ശരി. ആ ശരി. കണ്ടോ സാറേ, ഒരു ഓട്ടോറിക്ഷ നമ്മളെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയത്. പോട്ടടോ, അതിനിപ്പോ എന്താ? അത് വിട്ടോ സാറേ, ഈ ഗ്രാമത്തിൽ വന്നിട്ടേ നമ്മുടെ വണ്ടി ഓവർടേക്ക് ചെയ്ത് പോകേണ്ട കാര്യമൊന്നും ഇല്ല. ഇപ്പൊ കാണിച്ചുതരാം. ഓവർടേക്ക് ചെയ്തിട്ടുന്ന കാര്യം. താൻ എന്താടോ മാണിക്കുഞ്ഞായി കാണിക്കുന്നത്? സാറൊന്നും ഉണ്ടായിരുന്നേ. ഡ്രൈവിങ്ങിലേ ഇതൊക്കെ ഒരു രസം. അവൻ ഇന്ന് പിടിച്ചിട്ട് തന്നെ കാര്യം. എടോ, പരിചയമില്ലാത്ത നാടാണേ. ഇങ്ങനെയൊക്കെയല്ലേ സാറേ ഒന്ന് പരിചയപ്പെടുന്നത്. നമ്മളോടാ കളി. ഇപ്പൊ തന്നെ തിരക്ക് കഴിഞ്ഞോ? എന്തായാലും അവൻ നമ്മളെ ഓവർടേക്ക് ചെയ്തതല്ലേ, കുറച്ചു നേരം അവൻ നമ്മുടെ പിന്നാലെ അങ്ങ് വരട്ടെ. ഏതവനാടാ ഇത്? എടോ, തന്റെ കുട്ടികളൊന്നും ഇതുവരെ മാറിയിട്ടില്ലേ? ഒന്ന് ചുമ്മാ ഇരി സാറേ. കേരള നീ കേറ്, കാണിച്ചേ ഇപ്പൊ. വണ്ടി എടുത്ത് മാറ്റാ. ആരുടെ അത്? സാറേ, ഡായല്ല ഡിയാ. താനായിട്ട് വരുത്തി വെച്ചല്ലേ, അനുഭവിച്ചോ?